Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the second part of the topic, characteristics of a company, from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. This is the second part of the topic, characteristics of a company. Here, I discuss the seventh characteristic of a company, that is separate property. A company is a legal person in the eyes of law. It can therefore hold the property in its own name. All the property in the name of company is its separate property, which is controlled, managed and disposed of by the company in its own name. Thus, the company is the owner of its assets and capital. The members cannot claim to be the owner of the company's property. നിയമത്തിൻ്റെ കണ്ണുകളിൽ കമ്പനി ഒരു ലീഗൽ പേഴ്സണാണ്, നിയമപരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് കമ്പനി. സോ അതുകൊണ്ട് കമ്പനിക്ക് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വസ്തുവകകൾ കൈവശം വയ്ക്കാനുള്ള അധികാരം കമ്പനിക്കുണ്ട്. കമ്പനിയുടെ പേരിലുള്ള എല്ലാ വസ്തുവകകളും പ്രോപ്പർട്ടീസും കമ്പനിയുടെ മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, പ്രത്യേകമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതിനെ കമ്പനിക്ക് നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും വിൽക്കാനുമൊക്കെ സാധിക്കും. കമ്പനിയുടെ പേരിൽ തന്നെ ആ വസ്തുവകകളെ നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനും നടത്തിക്കൊണ്ട് പോകാനും അതേപോലെ തന്നെ വിൽക്കാനുമൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് കമ്പനിയെ അതിൻ്റെ അസറ്റുകളുടെയും ക്യാപിറ്റലിൻ്റെയും ഓണർ എന്ന് പറയുന്നത്. കമ്പനി തന്നെയാണ് കമ്പനിയുടെ അസറ്റ്സിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഓണർ, ഉടമസ്ഥൻ എന്ന് പറയുന്നത്. കമ്പനിക്ക് അതിനെ തന്നെ നിയന്ത്രിക്കാം, വിൽക്കാം, മാനേജ് ചെയ്യാം ഒക്കെ ചെയ്യാം. ദ മെമ്പേഴ്സ് കനോട്ട് ക്ലെയിം ടു ബി ദ ഓണർ ഓഫ് ദ കമ്പനീസ് പ്രോപ്പർട്ടി. പക്ഷേ കമ്പനിയുടെ അംഗങ്ങൾക്ക് കമ്പനിയുടെ പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ മേൽ അവകാശപ്പെടാൻ സാധിക്കുകയില്ല, അവകാശം ഉന്നയിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതാണ് നമ്മളിവിടെ കണ്ട കമ്പനിയുടെ സവിശേഷത എന്ന് പറയുന്നത് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. കമ്പനിക്ക് സ്വന്തമായിട്ട്, ഇപ്പോൾ ലാൻഡ് ആണെങ്കിൽ ലാൻഡ് കമ്പനിയുടെ സ്വന്തം പേരിൽ തന്നെ ലാൻഡ് ഉണ്ടായിരിക്കാം, ഭൂമി ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ കെട്ടിടമാണെങ്കിലും കമ്പനിയുടെ പേരിലുള്ള കെട്ടിടം കമ്പനിയുടെയാണ്, കമ്പനിയാണ് അതിൻ്റെ ഉടമസ്ഥൻ, അല്ലാതെ അതിൻ്റെ അംഗങ്ങളല്ല. നമ്മൾ ചിന്തിക്കാം കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ എന്ന് ചിന്തിക്കാം, പക്ഷേ നിയമം അനുസരിച്ച് കമ്പനി ആണ് അതിന് ഓണർ എന്ന് പറയുന്നത്. Eighth characteristic, capacity to sue and being sued. Being a legal person, a company can file suits against others on its own name. Similarly, others can also file suits against the company in company's name. അതായത് സ്യൂ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ടേക്ക് ലീഗൽ ആക്ഷൻ എന്നാണ്, നിയമ നടപടി സ്വീകരിക്കുക എന്നാണ്. ഇവിടെ കമ്പനി ഒരു ലീഗൽ പേഴ്സണാണ്, നിയമപരമായ അസ്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കമ്പനിക്ക് മറ്റുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ സൂട്ട് ഫയൽ ചെയ്യാനുള്ള അവകാശം ഉണ്ട് അല്ലെങ്കിൽ അധികാരം ഉണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കമ്പനിക്കെതിരായിട്ട് സൂട്ട് ഫയൽ ചെയ്യാൻ അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനുള്ള അധികാരവും ഉണ്ട്. ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബീയിങ് സ്യൂഡ്. മറ്റുള്ളവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും പറ്റും, അതുപോലെ മറ്റുള്ളവർക്ക് കമ്പനിക്കെതിരെയും കേസ് ഫയൽ ചെയ്യാനും പറ്റും. ഇതാണ് കമ്പനിയുടെ എട്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് അഥവാ സവിശേഷത എന്ന് പറയുന്നത്. നയൻത് ക്യാരക്ടറിസ്റ്റിക്, കോമൺ സീൽ. എ കമ്പനി ഹാസ് എ കോമൺ സീൽ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇറ്റ്സ് സിഗ്നേച്ചർ. ദ കോമൺ സീൽ ഇസ് ദ ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് ദ കമ്പനി. As a matter of fact, every company must have a common seal with its name engraved on the same. ഒമ്പതാമത്തെ കമ്പനിയുടെ സവിശേഷത എന്ന കോമൺ സീലാണ്. അതായത് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കമ്പനിയുടെ സിഗ്നേച്ചറിന്, ഒപ്പിന് പകരമായിട്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കോമൺ സീൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറാണ്. കമ്പനിയുടെ ഔദ്യോഗികപരമായ ഒപ്പാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കമ്പനിക്കും ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായ ഒപ്പ് അഥവാ കോമൺ സീൽ ഉണ്ടായിരിക്കണം. ആ സീലിനകത്ത്
ആ കമ്പനിയുടെ പേര് മുദ്രണം ചെയ്തിരിക്കും, എൻഗ്രേവ് ചെയ്തിരിക്കും. നമുക്കറിയാം ഓരോ കമ്പനിക്കും ഓരോ സീൽ ഉണ്ടായിരിക്കുന്ന കാര്യം നമുക്കറിയാം. അത് കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. 10th characteristic, limited liability. A company may be limited by shares or by guarantee. 10ാമത്തെ കമ്പനിയുടെ സവിശേഷത എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, പരിമിതമായിട്ടുള്ള ബാധ്യത. അതിൻ്റെ അംഗങ്ങളുടെ ബാധ്യതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കമ്പനിയുടെ അംഗങ്ങളുടെ ബാധ്യത പരിമിതമാണ്. ഒരു കമ്പനിയെ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്നും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നും നമുക്ക് പറയാം. ഇൻ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, the liability of a member is limited to the extent of nominal value of the shares held by him. If the shares are partly paid, the liability of a member is limited to the extent of unpaid value of shares held by him. If the shares are fully paid, the liability of the members is nil. കേൾക്കുമ്പോൾ സങ്കീർണമായിട്ട് തോന്നുമെങ്കിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ ആ കമ്പനിയിലെ അംഗങ്ങൾക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് ഒരാൾ കൈവശം വെച്ചിരിക്കുന്ന ഷെയറിൻ്റെ നോമിനൽ വാല്യൂ, ഓഹരിയുടെ വില എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം എന്താണ്, അതിന് മാത്രമേ കമ്പനിയോട് ആ മെമ്പർക്ക് ബാധ്യതയുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തി ഒരു കമ്പനിയുടെ 10 രൂപ മുഖവില ഫേസ് വാല്യൂ ഉള്ള 100 ഷെയർ ഹോൾഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. 10 രൂപ മുഖവിലയുള്ള 100 ഷെയർ ഹോൾഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് കമ്പനിയോടുള്ള ബാധ്യത എന്ന് പറയുന്നത് 100 ഗുണം 10 സമം 1000 രൂപയാണ്. 1000 രൂപ മാത്രമേ ഈ കമ്പനിയോടുള്ള ആ മെമ്പറിന് ബാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി പരിമിതം. കമ്പനിക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും എന്ത് കാര്യം ഉണ്ടായാലും ഈ ഒരു അംഗത്തിന് കമ്പനിയോടുള്ള ബാധ്യത അഥവാ ലയബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന 100 ഷെയർസിൻ്റെ വില മാത്രമാണ്. അതായത് 100 ഗുണം 10 സമം 1000. ഇഫ് ദ ഷെയർസ് ആർ പാർട്ട്ലി പെയ്ഡ്, the liability of a member is limited to the extent of unpaid value of shares held by him. ഇതേ എക്സാമ്പിളിൽ തന്നെ ഇപ്പോൾ ഈ അംഗത്തിൻ്റെ കമ്പനിയോടുള്ള ബാധ്യത 1000 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 1000 രൂപയിൽ ആ മെമ്പർ 500 രൂപ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ആ മെമ്പർക്ക് കമ്പനിയോടുള്ള ബാധ്യത എന്ന് പറയുന്നത് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം. ഇനി ഷെയർസിൽ എത്ര എമൗണ്ടാണ് അയാൾ അൺപെയ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പേ ചെയ്യാത്തത്, കൊടുക്കാത്തത് എത്രയാണോ അതിനു വേണ്ടി മാത്രം. അപ്പം 500 രൂപ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ബാക്കി 500 രൂപയ്ക്ക് മാത്രമായിരിക്കും ആ മെമ്പർക്കുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഷെയർസ് ഫുള്ളി പെയ്ഡ് ആയാൽ, മുഴുവൻ തുകയും കൊടുത്തു കഴിഞ്ഞാൽ 10 രൂപയുടെ 100 ഷെയർ ഹോൾഡ് ചെയ്യുന്നു, അപ്പോൾ മുഴുവൻ തുകയെന്ന് പറയുന്നത് 1000 രൂപയാണ്. 1000 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മെമ്പേഴ്സിന് അല്ലെങ്കിൽ മെമ്പറിന് യാതൊരു ബാധ്യതയും കമ്പനിയോട് ഇല്ല. ഇതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിലെ മെമ്പേഴ്സിനുള്ള ബാധ്യത. അവരുടെ ബാധ്യത ലിമിറ്റഡ് ആയിരിക്കും, പരിമിതമായിരിക്കും. പരിമിതമായിരിക്കും എന്ന് പറയുമ്പോൾ അവരെത്ര ഷെയറാണോ ഹോൾഡ് ചെയ്യുന്നത് ആ ഷെയർസിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം എത്രയാണോ, വില എത്രയാണോ ആ വിലയ്ക്ക് മാത്രമായിരിക്കും അവരുടെ ബാധ്യത എന്ന് പറയുന്നത്. In a company limited by guarantee, the liability of a member is limited to such amount as the member may undertake to contribute to the assets of the company in the event of the company being wound up. If a company limited by guarantee has no share capital, the liability of the members arises only when the company goes into liquidation, that is when it is wound up. ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അത്തരമൊരു കമ്പനിയിൽ അതിൻ്റെ മെമ്പേഴ്സിനുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് ആ കമ്പനി അടച്ചു പൂട്ടുമ്പോൾ, വൈൻഡപ്പ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട തുകയാണ്. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ മെമ്പേഴ്സ് കമ്പനി അടച്ചു പൂട്ടുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അസറ്റ്സിലേക്ക് കുറച്ച് തുക വാഗ്ദാനം ചെയ്യും. ഇത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യും. അതാണ് അവരുടെ കമ്പനിയോടുള്ള ബാധ്യത എന്ന് പറയുന്നത്. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിക്ക് ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത
ഓഹരി മൂലധനം ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് കമ്പനി അടച്ചു പൂട്ടുമ്പോൾ മാത്രമാണ്. അതായത് ലിക്വിഡേഷനിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അവർ ഗ്യാരൻറ്റി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പ് നൽകിയിട്ട് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ആ തുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മെമ്പർ കമ്പനിയുടെ അടച്ചുപൂട്ടലിലേക്ക് പോകുമ്പോൾ 1,00,000 രൂപ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി അടച്ചുപൂട്ടലിലേക്ക് പോവുകയാണെങ്കിൽ ആ 1,00,000 രൂപ ആ മെമ്പർ കമ്പനിക്ക് നൽകണം. ഇതാണ് ആ മെമ്പർക്കുള്ള ബാധ്യത. ഇവിടെയും ആ മെമ്പർക്കുള്ള അല്ലെങ്കിൽ മെമ്പേഴ്സിനുള്ള ബാധ്യത അല്ലെങ്കിൽ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അവർ എത്ര തുകയാണോ ആദ്യമേ കമ്പനിയിൽ ചേരുമ്പോൾ ഉറപ്പ് നൽകിയത്, കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയത്, ആ തുകയ്ക്ക് മാത്രമായിരിക്കും ആ മെമ്പേഴ്സിന് ലയബിലിറ്റി ഉണ്ടായിരിക്കുന്നത്. 11th characteristic of a company is its shares are freely transferable. The capital of a company is divided into parts and each part is called the share. The shares of a public company are freely transferable and can be purchased and sold in the share market. ഒരു കമ്പനിയുടെ മൂലധനത്തെ ഈക്വലായിട്ടുള്ള അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഓരോ തുല്യ ഭാഗത്തെയും ഓരോ പാർട്ടിനെയും നമുക്ക് ഷെയർ അഥവാ ഓഹരി എന്ന് വിളിക്കാം. ഇത്തരത്തിൽ ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്, സ്വതന്ത്രമായിട്ട് നമുക്ക് കൈമാറ്റം ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഓഹരി വിപണിയിൽ ഷെയർ മാർക്കറ്റിൽ നമുക്കിതിനെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. The shares of the company are transferable like a movable property. Every member is free to sell his shares in the open market and to get back his investment without having to withdraw the money from the company. ഒരു കമ്പനിയുടെ ഓഹരികൾ അല്ലെങ്കിൽ ഷെയറുകൾ എന്ന് പറഞ്ഞാൽ ഒരു മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുന്ന വസ്തുവകകൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കാറ് അല്ലെങ്കിൽ ഒരു മെഷീനറി, ഇതൊക്കെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കാറ് നമുക്ക് വിൽക്കണമെങ്കിൽ അത് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതേസമയം ഒരു ലാൻഡോ ബിൽഡിങ്ങോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്ക് വിൽക്കാം, പക്ഷേ അത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഷെയറിൻ്റെ കേസ് പറയുന്നത് ഇതൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഷെയർ ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സാധാരണ ഒരു മൂവബിൾ പ്രോപ്പർട്ടി, ഒരു കാറോ ബസ്സോ സ്കൂട്ടറോ ഒക്കെ നമുക്ക് വിൽക്കുന്നത് പോലെ നമുക്ക് വിൽക്കാൻ സാധിക്കുന്ന ഒന്നാണ് കമ്പനിയുടെ ഓഹരി അഥവാ ഷെയർ എന്ന് പറയുന്നത്. എവ്രി മെമ്പർ ഈസ് ഫ്രീ ടു സെൽ ഹിസ് ഷെയർസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ ഏത് മെമ്പറിന് വേണമെങ്കിലും ഈ ഓഹരികൾ വിൽക്കാനായിട്ട് സാധിക്കും. ഓഹരികൾ വിറ്റ് താൻ മുടക്കിയ മുടക്ക് മുതൽ കമ്പനിയിൽ നിന്ന് വാങ്ങാതെ മറ്റുള്ള ഒരാൾക്ക് ഓഹരി വിപണിയിൽ വിറ്റുകൊണ്ട് തൻ്റെ നിക്ഷേപം തിരിച്ചു പിടിക്കാനായിട്ട് ഓരോ ഓഹരി ഉടമകൾക്ക് സാധിക്കും. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അംഗങ്ങളും കമ്പനിയിൽ നിക്ഷേപിക്കുന്ന തുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ആ ഷെയർ താൻ നിക്ഷേപിച്ച തുക തിരിച്ചു പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കമ്പനിയിൽ പോയി ചോദിക്കേണ്ട കാര്യമില്ല. ഈ ഷെയർ ഓഹരികൾ ഓപ്പൺ മാർക്കറ്റിൽ വിറ്റ് താൻ നിക്ഷേപിച്ച തുക തിരിച്ചു പിടിക്കാവുന്നതാണ്. അപ്പോൾ ആ ഷെയർ ഹോൾഡർ മൊത്തം ഷെയർ വിറ്റ് കഴിയുമ്പോൾ ആ കമ്പനിയുടെ അംഗമല്ല ആയി മാറുകയും ഷെയർ മേടിച്ച ആൾ കമ്പനിയുടെ അംഗമായി തീരുകയും ചെയ്യുന്നു. This provides liquidity to the investor or member and stability to the company because the company is in no way affected as the investment remain with the company. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം, ഷെയറുകൾ ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാം, വളരെ ഫ്രീ ആയിട്ട് വിൽക്കാം എന്നുള്ളൊരു അവസ്ഥ ഉള്ളത് കാരണം ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ മെമ്പർക്ക്, നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ അംഗത്തിന് ലിക്വിഡിറ്റി പ്രദാനം ചെയ്യുന്നു. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള അസറ്റിനെ ക്യാഷാക്കി മാറ്റാനുള്ള മാർഗത്തിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എളുപ്പം ക്യാഷാക്കി മാറ്റുന്നതാണെങ്കിൽ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയും. നമ്മുടെ കൈവശമുള്ള അസറ്റിനെ എത്രയും വേഗം ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു നിക്ഷേപകൻ അല്ലെങ്കിൽ മെമ്പർക്ക് ലിക്വിഡിറ്റി കൊടുക്കുന്നു. എന്നുവെച്ചാൽ എളുപ്പം ക്യാഷാക്കി മാറ്റാൻ പറ്റും. മറ്റൊരാൾക്ക് ഓപ്പൺ മാർക്കറ്റിൽ അത് വിറ്റാൽ മതി. അപ്പോൾ ഉടൻ തന്നെ അത് താൻ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കും. അങ്ങനെ ലിക്വിഡിറ്റി ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ മെമ്പർക്ക് ലഭിക്കുന്നു. മാത്രമല്ല കമ്പനിക്ക് ഒരു സ്റ്റെബിലിറ്റിയും കിട്ടുന്നു. കമ്പനിയിൽ ഒരാൾ നിക്ഷേപിച്ച് അയാൾ പെട്ടെന്ന് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഇവിടെ വരുന്നില്ല. കാരണം കമ്പനിയുടെ അടുത്തല്ല പൈസ ചോദിക്കുന്നത്, ഓപ്പൺ മാർക്കറ്റിൽ വിറ്റ് മറ്റൊരാൾക്ക് ഈ ഷെയർ
ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരാൾ ആ പൈസ കൊടുക്കുന്നു. ഇവിടെ കമ്പനിക്ക് ആ പൈസ ഒരിക്കലും പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് ആ ഷെയർസിലൂടെ കളക്ട് ചെയ്ത പൈസ ഒരിക്കലും തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ആ ഷെയർസ് ഇങ്ങനെ കൈമാറ്റം ചെയ്തു പോവുകയാണ്. ഇപ്പം ഞാൻ ഒരു കമ്പനിയിൽ 1,00,000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ 1,00,000 രൂപ കമ്പനിയുടെ കൂടെ എപ്പോഴും കാണും. കാരണം എനിക്ക് 1,00,000 രൂപ ആവശ്യമുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കും. അപ്പോൾ മറ്റൊരാളത് മേടിക്കും. അല്ലാതെ ഞാൻ ഈ 1,00,000 രൂപ കമ്പനിയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഈ ഒരു മൂലധനത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. 12th characteristic, separation of ownership and management. Company is an artificial person created by law. Company is owned by shareholders. It is practically impossible for a large number of shareholders to control and look after the affairs of the management of the company. നിയമം മൂലം രൂപീകരിക്കപ്പെട്ട ഒരു കൃത്രിമമായ വ്യക്തിയാണ് കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനി ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ ഉടമസ്ഥരെന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് അഥവാ ഓഹരി ഉടമകളാണ്. ഈ ഓഹരി ഉടമകൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു നമ്പറുണ്ട്, വലിയ അംഗസംഖ്യയാണ് ഓഹരി ഉടമകളുടെ. ഇവരെല്ലാം ഓണേഴ്സാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി കമ്പനിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ, മാനേജ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുമായിട്ടൊക്കെ പ്രായോഗിക തലത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു കമ്പനിയുടെ ഓഹരി ഉടമകൾ എന്ന് പറയുമ്പോൾ, കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആയിരങ്ങൾ കാണും, 10,000 കാണും. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ കമ്പനി നോക്കി നടത്തുക അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രിക്കുക എന്നൊക്കെ പറയുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യൂഷ്വലി the management of the company is vested with board of directors elected by shareholders in the general meeting. The board of directors BOD formulate business policies and manages the business. This has led to the separation of ownership from management in a company. സാധാരണഗതിയിൽ കമ്പനിയുടെ നടത്തിപ്പ് അഥവാ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അഥവാ BOD ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് കമ്പനിയെ നടത്തിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കമ്പനിയെ നയിക്കുന്നതെന്ന് പറയുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കമ്പനിയുടെ ഓഹരി ഉടമകളുടെ ജനറൽ മീറ്റിംഗിൽ വെച്ചാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് കമ്പനിക്ക് വേണ്ടി ബിസിനസ് പോളിസീസ്, ബിസിനസ് നയങ്ങളും അതേപോലെ കമ്പനിയെ നയങ്ങൾ രൂപീകരിക്കുന്നതും അതേപോലെ കമ്പനിയെ നടത്തിക്കൊണ്ടുപോകുന്നു, കമ്പനിയുടെ ബിസിനസ് നടത്തുന്നത്, മാനേജസ് ദ ബിസിനസ്. അപ്പോൾ ഇതുകൊണ്ട് കമ്പനിയുടെ ഓണർഷിപ്പിനെ മാനേജ്മെൻറ്റിൽ നിന്ന് ഇവിടെ സെപ്പറേറ്റഡ് ആയിരിക്കുകയാണ്. കമ്പനിയുടെ ഓണർഷിപ്പ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ്, പക്ഷേ അതിൻ്റെ നടത്തിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അഥവാ BODക്കാണ്. ഇതാണ് കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. Now I give you the assignment questions. Number 1, what is a share? Number 2, what is share capital? Number 3, what do you mean by separate legal entity? Fourth question, what is perpetual succession? Fifth one, what do you mean by common seal? Sixth question, what do you mean by limited liability? And last and the seventh question, what do you understand by separation of ownership and management? I hope all of you have understood the second part of the topic, characteristics of a company. For more information and classes, please subscribe our YouTube channel Bosco Campus Vision. Thank you for listening.